കണ്ണൂരിൽ വ്യാജ സ്വർണം വിൽക്കാൻ ശ്രമിച്ച 2 പേർ പോലീസ് പിടിയിൽ. മുഴപ്പിലങ്ങാട് മൊയ്തുപാലം സ്വദേശികളായ PK മുഹമ്മദ് റൈഹാൻ, അബ്ദുൾ റസാഖ്, റാസിഖ് എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗോൾഡ് അനലൈസർ ഉപയോഗിച്ചാൽ തിരിച്ചറിയാനാകാത്ത വിധമാണ് വ്യാജ സ്വർണം നിർമ്മിച്ചിരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് രണ്ടുപേർ ചക്കരക്കല്ലിലെ അപർണ ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. സ്വർണത്തിന്റെ വില നിലവാരം ചോദിച്ചറിഞ്ഞ ശേഷം കയ്യിലുണ്ടായിരുന്ന വള വിൽക്കാനാണെന്ന് പറഞ്ഞ് ജീവനക്കാർക്ക് കൈമാറി. ഗോൾഡ് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ 916 സ്വർണം തന്നെയെന്ന് ജ്വല്ലറി ഉടമ സ്ഥിരീകരിച്ചു. പിന്നാലെ വിലയും പറഞ്ഞുറപ്പിച്ചു. എന്നാൽ വള അമർത്തി നോക്കിയതോടെ സംശയമായി. ഉരച്ചു നോക്കിയതോടെ കള്ളം പൊളിയുകയും ചെയ്തു. നമ്മളിപ്പോ ഒരു സാധനം വന്നാൽ വളയെല്ലാം വന്നാൽ നമ്മളിങ്ങനെ അമർത്തി വെക്കും. അപ്പൊ അതിന്റെ ടെമ്പർ തിരിയും. മനസ്സിലാക്കാത് കട്ടപ്പാറ തീ ചെയ്യുന്നതാണ്. ഒന്ന് അമർത്തി വെക്കുക. അതൊക്കെ വള ഒടിയും. തൊള്ളായിരത്തി വേഗം ഒടിയും. ഇത് ലേശം ടെമ്പറിൻ്റെ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കണക്കൂട്ടി ഇത്ര പൈസ എന്ന് പറഞ്ഞു അതിൻ്റെ വില പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരത് സമ്മതിച്ചു. അപ്പോൾ ഇത് ടെമ്പറിലോട് ഞാൻ വള കട്ട് ചെയ്ത് വരച്ച് ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, ചെമ്പ്. 14 ഗ്രാം തൂക്കമുള്ള ഒരു വളയാണ് വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ കൊണ്ടുവന്നത്. ചെമ്പുതകിടിൽ സ്വർണം പൂശിയ വളയെന്ന് മനസ്സിലായതോടെ ഇരുവരെയും തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. സ്വർണം എന്ന പേരിൽ സ്വർണം പൂശിയ ചെമ്പ് ആഭരണങ്ങളാക്കി വിൽക്കുന്നത് പതിവാകുന്നുണ്ടെന്ന് ജ്വല്ലറി ഉടമകൾ പറയുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.